ബി.ജെ.പിയുടെ വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാലുണ്ട്. എന്താണ് നിങ്ങളിങ്ങനെ എങ്ങനെയാണ് കാണുന്നത്? ആരോഗ്യ മേഖലയിലെ സമ്പൂർണ്ണ പരാജയത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് നൂറുകണക്കിന് പരാതികൾ നാളുകളായിട്ട് നിൽക്കുകയാണ്. ഇവിടെ വരുന്ന രോഗികൾക്ക് മതിയായ ചികിത്സ പോലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഇവിടെ എത്തുന്നവർക്ക് സുഗമമായി നടന്നു പോകാൻ പോലും ഏത് ബിൽഡിംഗ് എപ്പോൾ ഇടിഞ്ഞു ചാടുമെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇത് ഇങ്ങോട്ടേക്കുള്ള പ്രവേശനം നിരോധിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അറിയാൻ സാധിച്ചത് ഇപ്പോഴും ഇവിടെ ടൈൽ വർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ പൊളിച്ചു മാറ്റപ്പെടേണ്ട ഒരു ബിൽഡിങ്ങിനകത്ത് വീണ്ടും ടൈൽ വർക്ക് നടത്തുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണ്? അപ്പോൾ ജനങ്ങളെ പൂർണ്ണമായും കബളിപ്പിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ നുണ പറഞ്ഞുകൊണ്ട് ആരോഗ്യ മേഖല നമ്പർ 1 ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യവകുപ്പും മന്ത്രിയും നടത്തുന്ന പ്രഹസനം മാത്രമാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1000 കോടി രൂപ ആരോഗ്യ മേഖലയിൽ വിനിയോഗിച്ചു എന്ന് പറയുന്ന മന്ത്രി അത് എവിടെയാണ് വിനിയോഗിച്ചിരിക്കുന്നതെന്ന് കേരളത്തിൻ്റെ ജനങ്ങളോട് പറയാൻ തയ്യാറാവണം. കോട്ടയം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഏറ്റവും മോശമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന ഫണ്ടുകൾ പോലും കൃത്യമായി വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് എത്തുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അഭിലാഷ്, അങ്ങനെയാണ് ഓരോ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ ഇവിടെയുണ്ട്. കോൺഗ്രസും ബി.ജെ.പി ഒക്കെ പ്രതികരിക്കുന്നത് ആ നിലയിലാണ്. എന്തായാലും ഇവിടേക്ക് പൊതുജനങ്ങളുടെ പ്രവേശനം നിലവിലില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈ കെട്ടിടത്തിന്റെ ഭാഗം ഇപ്പോഴും ഇവിടെ ഇടിഞ്ഞ് തകർന്ന നിലയിലാണ് ഉള്ളത്. എടുത്തു പറയേണ്ടത് ഇത് നീക്കം ചെയ്യാൻ ഫയർഫോഴ്സിന്റെ കൂടുതൽ സംവിധാനങ്ങൾ വേണ്ടതുണ്ട്. ഒരു കെട്ടിടത്തിന്റെ ഒരു ചത്വരം എന്ന് പറയാൻ കഴിയും. അതായത് നേരിട്ട് ഇതിനുള്ളിലേക്ക് വാഹനങ്ങളൊന്നും വരുന്ന സ്ഥലമല്ല ഉള്ളത്. ഒരു കെട്ടിടത്തിന്റെ പിൻഭാഗമായിട്ട് വരും, അതിന് ചുറ്റിനും മറ്റ് കെട്ടിടങ്ങളുമുണ്ട്. ആ ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ എത്തിയുള്ള ഒരു നടപടിക്രമങ്ങൾ ഏറെ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ കരുതേണ്ടി വരും. എന്തായാലും നടപടിക്രമങ്ങൾ തുടരുകയാണ്. നിലവിൽ ആർക്കും ഗുരുതര പരിക്കില്ല എന്നുള്ളത് മാത്രമാണ് ഇതിൽ ആശ്വാസകരമായിട്ടുള്ളത്. തീർച്ചയായും ശ്രീജിത്ത് സൂചിപ്പിക്കുന്ന പോലെ നിലവിൽ ഗുരുതരമായി പരിക്കേറ്റവർ ഇല്ല എന്നത് അങ്ങേയറ്റം ആശ്വാസകരമാണ് എന്ന് പറയുമ്പോൾ പോലും ഞാൻ അപ്പുറത്ത് 3-ാം വാർഡിൽ ഡ്യൂട്ടിയിലായിരുന്നു. ശബ്ദം കേട്ട് ഓടി വന്നതാണ്. ഞാൻ വന്നപ്പോഴത്തേക്ക് ബിൽഡിങ് താഴെ പതിച്ചിരിക്കുന്നതാണ് കണ്ടത്. ആൾക്കാരെ ഉണ്ടായിരുന്നവരെ കാഷ്വാലിറ്റിയോട്ട് മാറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടോയെന്നറിയില്ല. അപ്പം റെസ്ക്യൂ എഫേർട്സ് തീരുന്നവരെ ഞങ്ങൾ കുറച്ച് പേര് ഇവിടെയൊക്കെ തന്നെ കാണും. വലിയ ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഭയങ്കര ശബ്ദമായിരുന്നു. ഈ വാർഡിലുള്ള ഞങ്ങളുടെ സ്റ്റാഫൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ഞാൻ ഈ അപ്പുറത്തെ ബിൽഡിങ്ങിന് അങ്ങേ അറ്റത്താ, അവിടം വരെ കേൾക്കായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ വലിപ്പം മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ. ഇവിടെ ആള് ഒഴിപ്പിച്ച വാർഡ് തന്നെയാണല്ലേ നിങ്ങൾക്ക്? വാർഡ് ഒഴിപ്പിച്ചിട്ടില്ല, വാർഡിൽ ആളുണ്ട്. പക്ഷെ ബാത്റൂംസ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ അവിടെ മുകളിൽ 10-ലെ ബാത്റൂമിലെല്ലാം കയറിയാലേ ഉള്ളൂ. 11-ന്റെയും 14-ന്റെയും ബാത്റൂംസ് അടച്ചിട്ടേക്കാണ്. അതിനുള്ളിൽ വാർഡ് ഭാഗത്ത് ആള് പക്ഷേ ഉള്ളതാ? വാർഡ്സ് ഫുള്ളാണ്. ഇതുവരെ ഞങ്ങളുടെ വാർഡ്സിൽ നിന്ന് ഷിഫ്റ്റിംഗ് നടക്കുന്നതല്ലേ ഉള്ളൂ. പുതിയ ബിൽഡിംഗ് കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ എല്ലാം ആവാതെ നമുക്ക് പേഷ്യൻസിനെ അങ്ങോട്ട് മാറ്റാൻ പറ്റില്ലല്ലോ. വാർഡ്സിൽ ആളുണ്ട്. ഇപ്പം നിലവിൽ അപകടം ഈ ബാത്റൂം ഭാഗത്ത് മാത്രമാണ്. നിലവിൽ ഈ അപകടം ഈ ബാത്റൂം ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അതിന് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിരുന്നെങ്കിൽ ഇതുപോലല്ല. പേഷ്യൻസ് ഒത്തിരി ഉള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇത് ഓർത്തോ പേഷ്യൻസ് ആണോ ഈ വാർഡിലുള്ളത്? കൂടെ ഇത് സർജിക്കൽ ബ്ലോക്ക് ആണ്. അപ്പം ഓർത്തോയും സർജറിയും ഉള്ള പേഷ്യൻസ് ആണ്. പ്രീ ഓപ്പും പോസ്റ്റ് ഓപ്പും കിടപ്പുണ്ട്. നിലവിൽ ഈ പരിക്ക് പറ്റിയവരുടെ സ്ഥിതി എന്തെങ്കിലും അറിയോ? കാഷ്വാലിറ്റിയിലാണ്, കുഴപ്പമില്ല എന്നാണ് കിട്ടിയിരിക്കുന്ന വിവരം. അഭിലാഷ്, എന്തായാലും സുവാൻ സക്കറിയ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ തന്നെയാണ്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് വളരെ ആരോഗ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റു മന്ത്രിയോ സർക്കാരോ ഒക്കെ പറയുന്നതിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ വാർഡിനുള്ളിൽ ആളുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ബാത്റൂം ക്ലോസ്ഡ് ആണ് എന്നവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ഈ ഓർത്തോ സർജിക്കൽ വാർഡാണ് ഉള്ളത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇതൊരു അപകടകരമായ നിലയിൽ ഫലത്തിൽ പ്രവർത്തിക്കുന്നു. സർക്കാരിന്റെ നിലവിലുള്ള വിശദീകരണം കൊണ്ട് നമുക്ക് അതിനെ തീർച്ചയായും അതാണല്ലോ ആരോഗ്യമന്ത്രിയുടെ അവകാശവാദങ്ങളൊക്കെ പൊളിക്കുന്ന പ്രതികരണം തന്നെയാണ് ഇപ്പോൾ ആ ഡോക്ടറുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അങ്ങനെ പൂർണ്ണമായും ആളുകളെ ഒഴിപ്പിച്ച ഒരു ഭാഗമായി അപ്പോൾ ഇതിനെ കണക്കാക്കാൻ പറ്റുന്നില്ലല്ലോ. മാത്രമല്ല ആ ഡോക്ടർ തന്നെ പറയുന്നുണ്ടല്ലോ, ഒരു പക്ഷേ ഈ കെട്ടിടം പൊളിഞ്ഞു വീണത് ഇവിടേക്കാണ്, അതിന്റെ ദിശ മാറിയിരുന്നുവെങ്കിൽ ഇതായിരിക്കുമായിരുന്നില്ല എന്ന് പറയുമ്പോൾ ആ അപകടാവസ്ഥയിൽ തന്നെയാണ് അവിടെ രോഗികളെ അടക്കം പാർപ്പിച്ചിരുന്നത് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് ശ്രീജിത്ത്?
തീർച്ചയായും അതായത് ഈ മെഡിക്കൽ കോളേജിന്റെ ഈ വാർഡിന്റെ ദുരവസ്ഥയൊക്കെ കണ്ടുകൊണ്ടാണ് പുതിയ ബിൽഡിംഗ് വരുന്നത്. പക്ഷേ പുതിയ ബിൽഡിങ്ങിന്റെ പണി ഒരു കമ്മീഷൻ ചെയ്തിട്ടില്ല. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും പൂർത്തിയാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഫലത്തിൽ ഈ ഒരു വാർഡിൽ നിന്ന് ഷിഫ്റ്റിംഗ് നടന്നിട്ടില്ല. ഈ വാർഡിൽ രോഗികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നേരത്തെ ആരോഗ്യമന്ത്രിയും ഒരു പകുതി കാര്യമായി ചൂണ്ടിക്കാണിച്ചത് ഇത് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഷിഫ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ മറ്റൊരു വാർഡ് അത് തയ്യാറാകേണ്ടതുണ്ട്. അങ്ങനെ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു കാണേണ്ടത്. എന്തായാലും കോൺഗ്രസിന്റെയും BJPയുടെ ഒക്കെ ഇവിടെ എത്തിയ നേതാക്കൾ ഗുരുതരമായ ആരോപണം എന്ന നിലയിൽ ഉന്നയിക്കുന്നതും അത് തന്നെയാണ്. അതായത് ഈ വാർഡ് പ്രവർത്തിച്ചിരുന്നില്ല എന്ന വാദം കള്ളം ആണെന്ന് തന്നെയാണ്. അതിനൊക്കെ അപ്പുറത്തേക്കാണ് ഇപ്പൊ ന്യൂസ് 18നോട് ഇതാദ്യമായി ഡോക്ടർ സുവാൻ സക്കറിയ പ്രതികരിച്ചത്. വളരെ ഗൗരവമേറിയ ഒരു പ്രതികരണമാണ്. അതായത് ഈ വാർഡ് പ്രവർത്തിച്ചിരുന്നു എന്ന ഒരുപക്ഷെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗൗരവമേറിയ ഈ മെഡിക്കൽ കോളേജിലെ ഏറ്റവും മുതിർന്ന ഡോക്ടർമാരിൽ ഒരാളാണ് ഡോക്ടർ സുവാൻ സക്കറിയ. അവർ തന്നെ വ്യക്തമാക്കിയ കാര്യം വളരെ ഗൗരവമേറിയ കാര്യമാണ് എന്ന് തന്നെ നമ്മൾ തീർച്ചയായും അഭിജിത്ത്, അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഡോക്ടർ പറഞ്ഞത് അങ്ങേറ്റം ഗൗരവതരമാകുന്നു എന്നിടത്താണല്ലോ. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് നേരത്തെ ചാണ്ടി ഉമ്മൻ സൂചിപ്പിച്ചതുപോലെ ഈ കെട്ടിടം ഏതാണ്ട് തകർന്ന് തരിപ്പണമായി കിടക്കുന്നുണ്ട്? അവിടെ ആ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ രക്ഷാപ്രവർത്തനമോ അല്ലെങ്കിൽ അവിടെ നിന്ന് നീക്കുന്നതോ ആയ നടപടിയോ അതിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്ന പരിശോധനയോ അവിടെ നടക്കുന്നുണ്ടോ? നമുക്ക് നമ്മുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ട ഇവിടെ മറ്റ് ചാണ്ടിയുമ്മനെ പോലുള്ള നേതാക്കളുണ്ട്. നമുക്ക് അവരോട് ഒന്ന് സംസാരിക്കാം. അല്പസമയം ഇവിടുത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഡോക്ടറായ ഡോക്ടർ സുവാൻ സക്കറിയ സംസാരിച്ചത് ഈ വാർഡ് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ആരോപണം പോലെ ഈ ബാത്റൂം ക്ലോസ് ചെയ്തിരുന്നു, പക്ഷേ ഈ വാർഡ് പ്രവർത്തിക്കുന്നതായിരുന്നു എന്ന് തന്നെയാണ്. എങ്ങനെയാണ് താങ്കൾ? അതിപ്പം നിങ്ങൾ അങ്ങോട്ടൊന്ന് കയറിയാൽ മാത്രം മതിയല്ലോ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോഴും ആൾക്കാർ അവിടെ ഉണ്ട്. ഈ 3 നിലയിലും ആളുണ്ട്. ഇത് 3 നിലയുടെയും ബാത്റൂം ഇതല്ലേ. അവർ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രയും ഒരു വിശ്വാസത പോട്ടെ, അവർ പറയുന്നു വേണ്ടേ നമുക്ക് അംഗീകരിക്കാമെന്ന് വെച്ചു. പക്ഷേ ഇതൊന്നും പൊളിച്ച് മാറ്റുവാൻ എന്നിട്ട് ഓൾട്ടർനേറ്റീവ് ഒരു സിസ്റ്റം ഉണ്ടാക്കുവാനുള്ള ഉത്തരവാദിത്തം മെഡിക്കൽ കോളേജിനില്ലേ? അപ്പോൾ ഇവരുടെ ഒരു ജീവന് എന്തെങ്കിലും ഒരു അപകടം പറ്റിയിരുന്നെങ്കിൽ ആരും ഉത്തരം പറയും? നമുക്ക് ഇപ്പോഴും ഇത് ക്ലിയർ ചെയ്യാനുള്ള നടപടി വേഗത്തിലല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിപ്പോഴും ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത്രയും നേരമായിട്ട് ഒരു വണ്ടി വരാൻ സാധിക്കുന്നുണ്ടോ? അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എമർജൻസി പ്രൊവിഷൻസ് അനുസരിച്ച് ഇതേപോലത്തെ വണ്ടികൾ കയറി വരാനുള്ള സാഹചര്യം ഒരുക്കണമെന്നുള്ളതാണ്. പക്ഷെ അത് ഇവിടെ ഒരുക്കിയിട്ടില്ല. കാരണം എല്ലാം കെട്ടിയടച്ചു വെച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു വളരെ കൺസേണിങ് ആയിട്ടുള്ള കാര്യം. കാരണം ഇവിടെ സാധാരണക്കാരൻ വരുന്ന സ്ഥലത്ത് അത് ഇത്രയും സേഫ്റ്റി ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ചാണ്ടി ഉമ്മൻ MLA പ്രതികരണമാണ് കണ്ടത്. ഇവിടെ എന്തായാലും നടപടികൾ ആരംഭിക്കുന്നു എന്ന് വേണം അഭിലാഷം മനസ്സിലാക്കാൻ. ഇതിന്റെ മുകളിലേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കയറി നിൽക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഇതിൽ നടപടിക്രമങ്ങൾ തുടർന്ന് നടത്തേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള പരിശോധനകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അഭിലാഷ്, കൃത്യമായി പറയാനുള്ള ഒരു കാര്യം, ഈ കെട്ടിടത്തോട് ചേർന്നുള്ള ഈ ബാത്റൂം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുടെ ഒരു ഭാഗമാണ് ഇടിഞ്ഞ് താഴേക്ക് വീണത്. അതാണ് നമുക്കത് ഈ ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായി കാണാൻ കഴിയുന്നത്. ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് നോക്കിയാൽ ഇതാ ഈ ബാത്റൂമിന്റെ നിലം ഭാഗമൊക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇടിഞ്ഞ് താഴേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത്. ഇവിടെ ഇപ്പോഴും ഒരു അപകട സാഹചര്യമുണ്ട്. ഈ സർക്കാരിനുമായി ബന്ധപ്പെട്ടവർ വിശദീകരിക്കുന്ന ഒരു കാര്യം, ഇത് അങ്ങനെ പെട്ടെന്ന് ഇടിച്ച് പെട്ടെന്ന് അങ്ങ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് എളുപ്പമല്ല. കാരണം ഇത് ക്ലിയർ ചെയ്യുന്ന സമയത്ത് മുകൾ ഭാഗം ഇടിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത് മുകളിൽ നിന്ന് ഇടിഞ്ഞ് ഈ താഴെ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് വീണ് കഴിഞ്ഞാൽ അതും വളരെ പ്രശ്നമുള്ള ഒരു സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ സമയമെടുക്കും എന്നുള്ളതാണ്. എന്തായാലും ഇതിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ഈ ഭാഗം മാത്രം അടർത്തി മാറ്റിയെടുക്കാൻ കഴിയുമോ എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും